ആലോചിക്കണേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ 3 സ്ഥാനാർത്ഥികളെ കുറിച്ച് ചോദിച്ചു. നിങ്ങൾ ആര് ജയിക്കുക, അല്ലാതെ നിങ്ങൾക്ക് മറ്റേ വിജയം സുനിശ്ചിതമാണ്, എന്താണ് തിരുവനന്തപുരം വികസനമൊക്കെ നമ്മൾ ചോദിച്ചു. അവരവരുടെ അഭിപ്രായം പറഞ്ഞ് 3 സ്ഥാനാർത്ഥികൾക്കും വിജയ പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മൾ ജനങ്ങളല്ലേ അതെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പൊ നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കണ്ടേ? പിന്നെ ചോദിക്കാതെ അപ്പൊ നമുക്ക് ചോദിച്ചാലാ? നമ്മൾ ചോദിക്കാൻ പോകുമ്പോൾ ചെള്ളേരൊക്കെ കുത്തിത്തരുമോ? അങ്ങനെയൊന്നും ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ നാട്, മനസ്സിലായി. അപ്പൊ നമുക്ക് ചോദിക്കാം. അല്ല അത് പോട്ട്, ഞാൻ ഇതിനെ കുറിച്ചാണ് ആലോചിച്ചോണ്ടിരുന്നത്. നീ എന്തിനെ കുറിച്ച് ആലോചിച്ചത്? പരിപ്പോട. ഓ, എപ്പോഴും നിനക്ക് ഈ പരിപ്പ് നിനക്ക് ഇതെല്ലാം വാങ്ങിച്ചു തരാം. ആദ്യം നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാം. എന്താ പറയണ? ഞങ്ങൾ എരിവും പുളിയുമാണ്. നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാനാണ് വന്നത്. ഇപ്പം ഇലക്ഷനൊക്കെ ഭയങ്കര 3 കട്ടയ്ക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികളല്ലേ? പിന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്തിന്റെ വികസനം ഇതുവരെ നടന്നിട്ടുണ്ട്. ആരാണ് ജയിക്കുന്നത് തിരുവനന്തപുരത്ത്? അണ്ണ വോട്ടിടാൻ പോകില്ലേ? അണ്ണ ആർക്കും കുഴപ്പമൊന്നുമില്ല. ആര് ജയിക്കും? അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് അതെ, അവരവരുടെ അഭിപ്രായം പറയാം, അത്രേ ഉള്ളൂ. അത് പോട്ടെ. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു MP ജയിച്ച് പോയിട്ടുണ്ട് അല്ലേ? 15 വർഷമായിട്ട് ഉണ്ട് തിരുവനന്തപുരത്ത്. നല്ല ഈ മുളകുമോള്, നമ്മളിപ്പോൾ മുളകുമോളാണ്. എന്തിനൊക്കെ ഭയങ്കരമായിട്ട് വികസനങ്ങൾ. ഇത് കണ്ടാ പോലെ ഈ കണ്ട കാണുന്ന പോലെ വലിയ വികസനം 10 വർഷം കൊണ്ട് എന്തിനുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയില്ല. 10 വർഷം കൊണ്ട് അവിടെ ചെന്ന് അവരെ പൈസ തിന്നോണ്ടിരുന്നു. ഇല്ല, വികസനം ഇല്ല. അടാ അണ്ണൻ്റെ കൂടെ ചോദിക്കുക, വികസനങ്ങളൊക്കെ ഉണ്ടാണ്. നമ്മളെ റോഡൊക്കെ നിങ്ങൾ ആട്ടോ ഓട്ടിക്കണല്ലേ? ഇപ്പൊ പുതിയ വണ്ടി ഇറക്കിയാൽ പോലും നമുക്ക് വർഷാപ്പിൽ കയറ്റാനേ നേരെ ഉള്ളൂ അല്ലേ? പിന്നെ ഞാൻ വണ്ടി ഓട്ടിക്കൂലല്ലോ. നീ എന്റെ കൂടെ ഓസിനല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ ഓസാറണ്ണ എപ്പോഴും തീറ്റ എന്നുള്ള വിചാരമേ ഉള്ളൂ. ഇവിടെ കാരാട വാങ്ങിച്ചാൽ ഇവിടെ കാരാടൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ഒരു അടിപൊളി കടകൾ കിട്ടുന്നല്ലേ? പൂജപ്പുഴ കണ്ട അപ്പോ കൃത്യ സ്ഥലത്ത് തന്നെ വേണ്ട കൊണ്ട് ഇറക്കി. ചോദിക്കാം, പോണ്ടേ? ചോദിക്കാം അണ്ണാ. ഇപ്പൊ നിങ്ങൾ ആട്ടയും കൊണ്ട് പോകുന്നതല്ലേ? ഇവിടുത്തെ റോഡുകളൊക്കെ എങ്ങനെയാണ്? അടിപൊളി റോഡുകളാണ് പണികൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും നാൾ ഇവര് പണി ചെയ്യാത്ത ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇത്രണ്ടാ പണിയണത് അറിഞ്ഞൂടാ. അപ്പൊ അണ്ണന്റെ കാഴ്ചപ്പാടില്ല ആര് ജയിക്കും? നിങ്ങൾ ആർക്ക് വോട്ടുണ്ടോന്ന് ഞങ്ങളോട് പറയണ്ട. നിങ്ങൾ ഓട്ടോ ഓടിക്കണേ. നമ്മളെ റോഡിന്റെ കാര്യത്തിൽ പറയാനുള്ള അടിപൊളി റോഡ്, സൂപ്പർ റോഡ്. അപ്പൊ വണ്ടിക്ക് പണിയൊന്നുമില്ല, അടിപൊളിയായിട്ട് പുതിയ വണ്ടിയാണ്. റോഡൊക്കെ അടിപൊളിയാണ്, അടിപൊളി സൂപ്പറാണ്. കാഴ്ചപ്പാട് അപ്പൊ ചോദിക്കാം ആരെണ്ണ ജയിക്കും? നമുക്ക് അത് പറയാൻ ഭയങ്കര ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അല്ലേ? 3 കട്ടാക്കി നിൽക്കുന്നവരാണ്. അപ്പൊ 10 വർഷം കൊണ്ട് ഇവിടെ വികസനം ഇല്ലെന്ന് അണ്ണൻ പറഞ്ഞു. പോട്ടെ, 5 കൊല്ലമായിട്ട് നമ്മളെ മറ്റേ അണ്ണം വെച്ചിട്ട് എന്തൊക്കെ വികസനം ഉണ്ടായിരുന്നു? അതിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല അല്ലേ? ജയിച്ചു പോണവര് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ചെയ്തു, ഇല്ലെങ്കിൽ ഇല്ല അല്ലേ? അത്രേ ഉള്ളൂ. അണ്ണാ വണ്ടിക്ക് ഇപ്പൊ പണിയൊക്കെ ഉണ്ടാണോ? പണിയേ ഉള്ളൂ, ഓട്ടം ഭയങ്കര ഓട്ടം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാരും പറയണതേ 8ഉം 8ഉം മാത്രം എടുത്താ പോരാ, വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവർമാര് സർക്കസ് കൂടെ പഠിക്കണമെന്ന് പറയുന്നത് ശരി തന്നെ? അത് എവിടെ പോയി പഠിക്കണം അറിയാം? കൊട്ടാരക്കര പോയി പഠിക്കണം. തന്നെ അവിടെ പോയി പഠിക്കണം, അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? എങ്കിലേ റോഡിൽ കൂടെ വണ്ടി ഓട്ടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ശരി അണ്ണാ. ശരി. നമ്മളെ കണ്ടോണ്ടാണ് ഇവിടെ ഇറങ്ങി പോണത്. നമുക്ക് ഇരിക്കണ്ടേ അണ്ണാ? ചേച്ചി ഇപ്പൊ ബസ് ഉണ്ടോ ചേച്ചി? ഇപ്പൊ വരൂ. നമ്മളെ കണ്ടോണ്ടോ ഇവര് പേടിച്ചു പോണത്? അയ്യോ അയ്യോ. ചേച്ചി എങ്ങനെ ഇലക്ഷനൊക്കെ അടിപൊളിയായിട്ട് പോവന്നെ? ഇപ്പൊ ഞങ്ങളെ എരിവും പുളിയുമാണ്, മനസ്സിലായില്ലേ? ഇലക്ഷനൊക്കെ അടിപൊളിയായിട്ട് പോവന്നെ. 3 ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അല്ലേ ചേച്ചി? ആര് ജയിക്കുമെന്നാണ് ഇവിടുത്തെ ശക്തമായിട്ടുള്ള മത്സരത്തിൽ? ചേച്ചി എവിടെ താമസിക്കണേ? തമിഴത്തെ തന്നെ വികസനങ്ങളൊക്കെ ഉണ്ടാ? എല്ലാം കണക്ക് തന്നെ, വരണവരും കൊള്ളാം പോണവരും കൊള്ളാം അല്ലേ? ആര് 3 ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളല്ലേ ചേച്ചി നിൽക്കുന്നത്? അത് ആര് ജയിക്കും എന്നാണ് ചേച്ചിയുടെ ഒരു അറിവില്ല. കാരണം നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ ഉള്ളതല്ലേ? കുടുംബശ്രീ ഒക്കെ ഉണ്ടാ? എങ്ങനെയാണ് കുടുംബശ്രീയൊക്കെ? അടിപൊളി തന്നെ. നിന്റെ വീട്ടിൽ എന്തെങ്കിലും മീൻ വെച്ചാൽ അതൊക്കെ തന്നെ തർക്കങ്ങളും ബഹളൊക്കെ തന്നെ അല്ല? അങ്ങനെയല്ല, നീ കണ്ടില്ലേ അവൾ കിട്ടിക്കണ കമ്മലുണ്ടോ മിനുമിനാന്ന് വിളങ്ങണ, അതൊക്കെ തന്നെ ചർച്ച ആദ്യം തന്നെ. എന്നിട്ട് ജോലിക്ക് പോകുമ്പോൾ ചെയ്യും. ഞങ്ങൾ രാവിലെ 8 മണിക്ക് കാപ്പി കൊണ്ടുവരും, ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവരും. ജോലി ചെയ്യണ കാര്യം പറയൂല ചേച്ചി. 3 സ്ഥാനാർത്ഥികൾ ശക്തമാണ്. ആരായിരിക്കും ജയിക്കുന്നത് പറയാൻ പറ്റൂല അല്ലേ? കാരണം മത്സരം തന്നെയാണ് അല്ലേ?
അപ്പൊ ചേച്ചിക്ക് വ്യക്തമായിട്ടൊരു അഭിപ്രായം ഇല്ല. ഇല്ല. അതെങ്ങനെയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു സ്ഥാനാർത്ഥി ഈ പറയുന്ന പോലെ MP ആയിട്ട് ഇപ്പൊ 2 വർഷം അല്ലേടേ 15 കൊല്ലം ജയിച്ച്, ചേച്ചിയുടെ തമിഴത്തിന് എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വികസനം ഇല്ല. അപ്പൊ കണ്ടു തന്നെ അറിയാം ആര് ജയിക്കുമെന്ന്. കണ്ടു തന്നെ അറിയണം. ആദ്യം ചേച്ചി ബസ് കയറും ഇപ്പം വരും. ചേച്ചി എവിടെ താമസിക്കണേ? ചേച്ചി തമലത്ത് തന്നെ. അപ്പൊ തമലത്ത് ഇവിടത്ത് വികസനം ഇല്ലെന്നാണ് പറയണത്. ചേച്ചിയുടെ കാഴ്ചപ്പാടിൽ ആര് ചേച്ചി ജയിക്കും? വ്യക്തിപരമാണ് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റൂല. അതെയാണ് ജയിക്കണവര് എന്തെങ്കിലും ചെയ്താൽ മതി അല്ലേ? അതെ, ഇതുവരെ ഇനി ചെയ്താലും ചെയ്തില്ലെങ്കിലും ജയിക്കണവര് ചെയ്യണം. ഇതുവരെ ഇതിനു മുമ്പുള്ള ഒരു MP 15 കൊല്ലം ജയിച്ചല്ലേ, എന്തെങ്കിലും ചെയ്താ? നിങ്ങൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താ? ആ, പെൻഷൻ പോലെ 6-7 കൊല്ലമായി കിട്ടിയിട്ട് അല്ലേ? അതിപ്പോ ഭരിക്കണവര് നോക്കണം. എല്ലാവർക്കും കൊടുത്താ ജയിക്കേണ്ടവര് ജയിക്കും. ശരി ചേച്ചി, ശരി ചേച്ചി പോവാം. എന്തിനടെ ആൾക്കാർക്കൊന്നും ഒരു അഭിപ്രായം ഇല്ലല്ലോ. നമുക്ക് ആര് ജയിക്കും നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ആൾക്കാരെ മനസ്സിൽ വെച്ചിരിക്കുന്നത് അവര് പറയണം. കാരണം അറിയാമോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വ്യക്തി സ്വാതന്ത്ര്യമുള്ള നാടാണ്. അത് പറയുന്നല്ലോ. അത് പറയുന്നില്ല, അത് നമ്മളെ തെറ്റാണോ? അത് എരിവിന്റെ പുളിയുടെ തെറ്റാണോ? അല്ല. പിന്നെ നമ്മൾ ചോദിക്കണേന്ന് ചില തെറ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. എന്തിനാണ് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും ആര് ജയിക്കും? ഈ 3 പേരിൽ ആരാണ് ജയിക്കണമെന്ന് അവരോട് ചോദിച്ചാൽ അവര് പല രാഷ്ട്രീയക്കാരായിരിക്കില്ലേ? അതെ, അത് ശരിയാണ്. പക്ഷെ ചോദിക്കേണ്ട കടമ എരിവിക്കും പുളിനും ഇല്ലേ? ഉണ്ട്. ഞാൻ ഉണ്ടാതിരിക്കണ എന്തിനാണെന്നറിയാം, ചെള്ളയിൽ കുത്തു കിട്ടുമെന്ന് പേടിച്ചാണ്. പേടിക്കണ്ട, എനിക്ക് കുത്തു കൊള്ളുമെങ്കിലേ നിനക്ക് ചെല്ലയിൽ ഞാൻ അവരെ കൊണ്ട് കുത്തു കൊള്ളിക്കാം കേട്ടാ. അങ്ങനെ ചോദിക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ ആര് ജയിക്കും? ഞങ്ങൾ എരിവും പുളിയുമാണ്. ഈ ഇലക്ഷനൊക്കെ ഇപ്പൊ ഭയങ്കര കോടി പിടിച്ച് നടക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ 3 പേര് ഓട്ടം അല്ലേ? ആര് ജയിക്കും മാമ? പറയാൻ പറ്റില്ല. ശക്തമായിട്ടുള്ള മത്സരമാണല്ലേ? മാമന് ഇഷ്ടമുള്ള ആരെയാണ്? അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ 3 പേരും ഒന്നുമല്ല നിൽക്കുക. പക്ഷെ ആരെങ്കിലും ഒരാൾ നമ്മൾ കുത്തണ ആള് ജയിക്കണം അല്ലേ? അതാണ് ആവശ്യം അല്ലേ? എന്നാലും കുറച്ചു പടി കൂടി മുന്നോട്ട് പോയിട്ടുള്ള ആരാണ് അതിൽ പ്രചരണ രംഗത്ത്? അതൊരു തരൂരെന്ന് ഒരു പാർട്ടി പറയുന്നത്, ഇപ്പൊ അടുത്തൊരു പാർട്ടി പറയുന്നത് BJP, അടുത്തൊരു പാർട്ടി പറയുന്നത് ഇടതുപക്ഷം. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. മാമ കുത്തണ ആർക്കാണ് അവര് ജയിക്കട്ടെ. എന്തൊരു മാമ, അതല്ലേ ശരി? അപ്പൊ നമ്മൾ വേറെ ആൾക്കാരോട് ചോദിക്കട്ടെ. ദാണ്ട ഒരാൾ മനസ്സിലായില്ല. ഞങ്ങൾ എരിയും പോലെ അറിയാം. ഇലക്ഷൻ കൊടി പിടിച്ച് നടക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളും നെട്ടോട്ടം ഞാൻ ജയിക്കും എന്നാണ് പറയണത്. അണ്ണന്റെ കണ്ണിൽ ആരായിരിക്കും ജയിക്കുന്നത്? UDF ജയിക്കും അല്ലേ? അത്രയ്ക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ UDF സ്ഥാനാർത്ഥി 3 പ്രാവശ്യം ജയിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഇല്ലേക്കല്ലേ? ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് UDF ജയിക്കുന്നതാണ് പറയുന്നത്. അണ്ണ ആർക്ക് കൂത്തണോ അവർ ജയിക്കട്ടെ. അണ്ണ നിങ്ങൾ പോയി ചോദിക്കണം, ഞാൻ വെള്ളം ഉണ്ടാകും നോക്കട്ടെ. അണ്ണ ഭയങ്കര ചൂട്. ഞങ്ങളെ എരിവും പുളിയുമാണ്. ഞങ്ങൾ നാട്ടുകാർ അഭിപ്രായം അറിയണം വന്നത്. വേണ്ട നിങ്ങളിതാ ഇവിടെ വെള്ളം വച്ചുകൊണ്ട് ആൾക്കാർക്ക് എന്തൊരാശ്വാസം. എൻ്റെ പുളി മറവടാന്ന് കുടിക്കണ വേണ്ട. അല്ല അണ്ണൻ്റെ കണ്ണിൽ ആരെണ്ണ ചെയ്യും? താമര ജയിക്കും. കാരണം എല്ലാവരും ശക്തമായിട്ടുള്ള മത്സരം അല്ലേ? അണ്ണൻ പറയണ്ടേ പുളി, അണ്ണൻ പറയണ്ടേ താമര ജയിക്കുമെന്ന്. എന്തായാലും അണ്ണ ആർക്ക് കൂത്തണോ അവർ ജയിക്കട്ടെ. എന്തിനാ? ശരി, അപ്പൊ ഞങ്ങൾ അടുത്ത ആളോട് ചോദിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചോദിച്ചാലോ? അടാ ഞങ്ങൾ എരിവും പുളി അറിയാമല്ലേ? നിങ്ങൾ TV കണ്ടിട്ടുണ്ടല്ലേ? ഞങ്ങളെ ഇപ്പൊ ഇലക്ഷൻ 3 സ്ഥാനാർത്ഥികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചോദിച്ചാലും ഞാൻ ജയിക്കും. എല്ലാവരും ജയിക്കാനല്ലേ നിൽക്കുന്നത്, ആക്കാൻ വേണ്ടിയല്ലല്ലോ. അല്ല, നല്ല ആൾക്കാർ ജയിക്കണം. അണ്ണൻ്റെ കണ്ണിൽ ആരായിരിക്കും ജയിക്കണം? എന്റെ അഭിപ്രായത്തില് അത്രേ ഉള്ളൂ. നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കക്ഷി ജയിക്കും. 100% ജയിക്കും. 100% ജയിക്കും.
പിന്നെ നമ്മളിപ്പം പിന്നെ ശശി തരൂരാണ് ശരി തന്നെ, പന്നൻ രവീന്ദ്രനാണ് ശരി തന്നെ, ചന്ദ്രശേഖരൻ എന്നാലും ശരി തന്നെ, ജയിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ജയിക്കാൻ വേണ്ടി ഇപ്പം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിക്കുന്നത്. പക്ഷെ ആരെങ്കിലും ഒരാളല്ലേ ജയിക്കുള്ളൂ. കാരണം ജനമാണ് രാജാവ്. ജനമാണ് അവരെ വിചാരിക്കണം. എങ്ങനെയുണ്ട്? അതെ, ഇതാണ് കറക്റ്റ് അഭിപ്രായം. ജനമാണ് രാജാവ് വിചാരിക്കണം ആര് ജയിക്കണം. അപ്പൊ അണ്ണന്റെ കണ്ണിൽ ആരായിരിക്കും ജയിക്കണം? അണ്ണൻ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതില് രാഷ്ട്രീയം പറയണ്ട. കാരണം ഇപ്പോഴത്തെ പ്രചാരണ രംഗത്ത് ആരാണ് മുന്നോട്ട് പോയിട്ടുള്ളത്, ആരാണ് കീഴ്പോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ. അറിയാം. അത് ആരും അനുസരിച്ച് പറഞ്ഞാൽ മതി. നിയമാനുസരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ തന്നെ ഇതെല്ലാം അബദ്ധത്തിൽ വീണ് കിടക്കും. തീർച്ചയായിട്ടും അത് എല്ലാവരും പറയും. കാരണം നമ്മുടെ അഭിപ്രായങ്ങൾ അവർ കേൾക്കണം. അതുകൊണ്ട് പറയുന്നത് ഇപ്പം വ്യക്തിപരമായിട്ട് എനിക്കൊന്നും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റും. ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ പറയാൻ പറ്റും. എന്തായാലും അണ്ണൻ ആർക്ക് കുത്തുന്നു അവര് ജയിക്കണം. അതാണ് എൻ്റെ മനസ്സ്. ശരി, അതാണ് നല്ല മനസ്സ്. പാവം ഈ ചൂട് സമയത്ത് എല്ലാവരും തണലത്ത് ഒതുക്കിട്ടേക്കണം. ഓട്ടം കുറവ് തന്നെ അല്ലേ അണ്ണാ? ഞങ്ങൾ എരിയും പുളി ടി വിയിലൊക്കെ കാണാറുണ്ടല്ലോ അണ്ണാ. ഇപ്പം ഈ ഇലക്ഷൻ കൊമ്പ് പിടിച്ച് നടക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും പറയണം ഞാൻ ജയിക്കും, നിങ്ങൾ ജയിക്കും എന്ന് പറയണം. പക്ഷെ ജനമാണ് ഇവിടെ രാജാവ് അല്ലേ? ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടില്ല ആരായിരിക്കും അണ്ണാ ജയിക്കുന്നത്? അഭിപ്രായം ഉണ്ടാവുമല്ലോ നമുക്ക്. ഒരാൾക്ക് ഇപ്പം അണ്ണൻ ഓട്ടോടെ ജീവിക്കും. ആര് ജയിച്ചാലും നമ്മൾ ചെയ്താൽ നമ്മളെ ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? ആരായിരിക്കും ജയിക്കണം? ഇപ്പം നമുക്ക് പ്രചരണ രംഗത്ത് ആരാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ ആര് ജയിക്കുമെന്ന് എങ്ങനെ അറിയാണ? ഒരു വ്യക്തിക്ക് ഓരോ കാഴ്ചപ്പാടുണ്ട്. ജനമാണ് രാജാവ്. അവനായിരിക്കണം. അവൻ നല്ലതെന്ന് തോന്നുന്നതേ കുത്തു. ആ കുത്തുന്നതേ ജയിക്കും അല്ലേ എൻ്റെ പുളി? ആരായിരിക്കും നിൽക്കുകയാണ് 3 പേര്. എല്ലാരും കട്ടക്ക് നിൽക്കുകയാണ്. എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ്. അണ്ട ഏത് പാർട്ടിയും നമുക്ക് ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അല്ലേ? അണ്ണൻ ആരായിരിക്കും ജയിക്കുന്നത്? തരൂര് ജയിക്കാം. അണ്ണൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അണ്ണൻ പറഞ്ഞു. ചന്ദ്രശേഖരൻ ഈ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രം മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ 2 പേര് കുത്തുന്നവർ ജയിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. അയ്യോ ദാണ്ട നമ്മൾ അണ്ണന്മാർ പാവ തള്ള. കാരണം ആശുപത്രി കിടക്കുന്നതുകൊണ്ട് ഓട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാലും ഓട്ടം കുറവ്. കാരണം ഇലക്ഷനൊക്കെ ഇപ്പോൾ ഇവിടെ കൊമ്പ് പിടിച്ച് നടക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളെ നമ്മൾ ചോദിച്ചാൽ അവർ പറഞ്ഞെന്താ തരാം? ഞാൻ ജയിക്കും. ഓരോർക്കും ഇവിടെ ജനങ്ങൾ വിചാരിക്കണം ആര് ജയിക്കണമെന്ന് വിചാരിക്കണം. നല്ലതേതോ അത് വിജയിക്കും. അണ്ണൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആര് ജയിക്കും? അണ്ണൻ്റെ വ്യക്തിപരമായിട്ടുള്ള അണ്ണൻ നിങ്ങൾ കുത്തുന്ന ആൾക്കാർ ജയിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് അല്ലേ? ശരി. ആര് ജയിക്കണം? അതെ അണ്ണാ ആര് ജയിക്കും? നമ്മൾ കുത്തുന്നവർ ജയിക്കും അല്ലേ? പാപ്പുളി നമുക്കിനി അടുത്ത ജംഗ്ഷനിലോട്ട് പോകാം. നീ എന്തോന്ന് മോഹൻലാട്ടം പഠിക്കാൻ പോണ? അണ്ണാ ഞാൻ ഒരു മോഹനൊന്നും പഠിക്കാൻ പോണില്ലണ്ണാ. അതുകൊണ്ട് കേട്ടിട്ടുണ്ട് ബാമയൊക്കെ എന്നെ. അയാളെ പേരെന്തോന്ന്? രാമു.
രാമു എന്ന് വിളിക്കാൻ. ഞാൻ കറപ്പൊന്നുമില്ല, ഞാൻ നല്ല സുന്ദരനായ വെളുപ്പാണ്. അവർക്ക് വേറെ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓരോന്ന് ചെയ്യണത്. അല്ലാതെ മോഹിനിയാട്ടം കഴിവുള്ളവർക്ക് മോഹിനിയാട്ടം എല്ലാം പഠിക്കാം. അവരൊക്കെ കെങ്കേമന്മാരായിട്ട് പല ഉന്നതികളിൽ എത്തിയിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? ഓരോരുത്തരും ഓരോന്ന് പറയും. അല്ല, നീ ഈ ആക്ഷൻ കാണിക്കണം എന്തിനാണ്? അത് മനസ്സിലാവണില്ല. അണ്ണാ ഇപ്പൊ നമ്മളൊക്കെ പോയപ്പോ അണ്ണ ആര് ജയിക്കും എന്നൊക്കെ ചോദിച്ചാ. അത് നമുക്ക് ചോദിക്കണ്ടേ? ചോദിക്കണോ? അതിന്റെ ആക്ഷനാണ് നീ പോയിട്ട് അവരെ ഓരോരുത്തരെ ചിഹ്നം നമ്മൾ കാണിക്കണ്ടേ? ഓ അങ്ങനെ. അത് ആര്? കയ്യ്, കാല്. കാല എടാ, കയ്യ്. കയ്യ്. താമര. താമര, ചുറ്റിക, അരിവാൾ, നക്ഷത്രം. അരിവാൾ ചെത്തുന്ന. മനസ്സിലായില്ലേ? നെൽക്കതിരി. അതാണ് സംഭവം. എടേ, ഇപ്പം നമ്മൾ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ജനങ്ങൾ പറയൂല. കാരണം എന്തറിയാമോ? ഇവർ ടി വിയിലൂടെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ ഇന്ന ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാവങ്ങളല്ലേ, അവർക്ക് ചിലപ്പോൾ ആരെങ്കിലും പണി കൊടുക്കും. അതുകൊണ്ടാണ് പലരും പറയാൻ മടിക്കുന്നത്. എന്നാൽ ചങ്കൂറ്റുള്ളവർ അത് തുറന്ന് പറയുകയും ചെയ്ത് അതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് ആര് ജയിക്കുമെന്നേ നമുക്കിപ്പം പറയാൻ പറ്റൂല. അത് ജൂൺ 4 നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഏറ്റവും അധികം വോട്ടിൽ കുത്തുന്ന ആർക്കാണോ, ഏത് സ്ഥാനാർത്ഥിക്കാണോ അയാൾ ജയിക്കും. അതല്ലേ പുളി, അതിന്റെ ഒരു ട്രിക്ക്. അങ്ങനെയാണല്ലോ.